ഹലോ, റഷീനയാണ്. അപ്പം നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തമ്പനിയിൽ കണ്ട പോലെ തന്നെ റഷീനാക്ക് പ്രശ്നങ്ങളാണ് കേട്ടോ. 2 ദിവസം ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴേക്കും അപ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. കുട്ടിക്ക് വയ്യ, അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. നോമ്പ് തുറന്നൊക്കെ ഉഷാറായി കിടന്നതാണ്. രാത്രി എണിച്ചൊരേ ഛർദി, പനി, പിന്നെ ദേഹമൊക്കെ ചൂടുപോലെ പൊന്തിയിട്ട് ചൊറിച്ചല് നല്ലപോലെ. രാത്രി ഉറങ്ങിയിട്ടില്ല, ഞാനും മിക്കും ഒന്നും ഉറങ്ങിയിട്ടില്ല. മൊത്തം വിരിപ്പിലും എല്ലാത്തിലും നല്ല കുട്ടി ഛർദിച്ച് നല്ല ക്ഷീണിച്ചു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പൊ കുഞ്ഞുവിനെ സ്കൂളിൽ വിട്ടു കേട്ടോ. അവളെ ഇനിയിപ്പോൾ ഇരുത്തിയിട്ട് ശരിയാവില്ല. അവളോട് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോവമ്മ പറഞ്ഞ് അവളെ അങ്ങോട്ട് സ്കൂളിൽ വിട്ടു. ഇപ്പൊ എല്ലാവരുടെയും പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് പനിയും ഇങ്ങനെ ദേഹത്ത് ചെറിയ കുനുകുനാന്നുള്ള ചൂട് പോലെ വന്നിട്ട് ചൊറിച്ചല്, പക്ഷെ ഇവന് ഛർദിയും ഉണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് ടെൻഷൻ. അപ്പൊ വേഗം എന്തായാലും കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആവുകയാണ്. എന്താ ചെയ്യാ, പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് വരുന്നു. ഇക്കാകെ ടെൻഷനായി. ഫൈക്കുട്ടന് വയ്യാന്ന് പറഞ്ഞപ്പോൾ, കാരണം രാത്രി അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ഛർദിച്ച് കുട്ടി വെള്ളം ഛർദിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടി കുഴയൊന്നും കുടിക്കും, ഒന്നും കഴിക്കും, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കട്ടൻ ചായ, പിന്നെ അതിൽ റസ്ക് ഒക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. അപ്പൊ രാവിലെ തന്നെ വീട്ടിലൊന്നും ചെയ്യാനൊന്നിനും നിന്നില്ല. രാവിലെ പോയാലേ തിരക്കില്ലാതെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നേരത്തെ പോകണം, എന്നാലേ അവിടെ സെറ്റ് ആവുള്ളൂ. വൈകി പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അവന് തീരെ വയ്യാട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, വീഡിയോയിൽ കാണുമ്പോൾ അവൻ എത്ര ആക്റ്റീവ് ആണെന്ന്. അവനിങ്ങനെ കിടക്കണമെങ്കിൽ അപ്പോൾ ആലോചിച്ച് നോക്കൂ. വീഡിയോ ഒക്കെ ഞാൻ എടുക്കുമ്പോൾ വന്ന് ഹായ് കാണിച്ചിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും നല്ല സന്തോഷമാണ് അവനിക്ക്. അപ്പോൾ അവന് ഇങ്ങനെ കിടക്കണമെങ്കിൽ അവനിക്ക് അത്രയും വയ്യ, നല്ല ക്ഷീണിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. വണ്ടി തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പോയിട്ടുണ്ട്, ടോക്കൺ എടുക്കാൻ നിൽക്കുന്നത്. ടോക്കൺ നമുക്ക് 34ാമത്തെ ടോക്കനാണ് കേട്ടോ കിട്ടിയത്. 34 കിട്ടിയിട്ടുണ്ട്. വേറെ കുഞ്ഞുങ്ങളെ കൊണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല, വയസ്സായ അമ്മമാര് എല്ലാവരും ആയിരുന്നു. നമ്മുടെ തൊട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. വേറെ ഉണ്ട്, കൊഴൽമന്നത്തുണ്ട്, പക്ഷെ അവിടെ നല്ല തിരക്കായിരിക്കും. നമ്മൾ നേരത്തെ പോകണം. ഇപ്പൊ പോയാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആവുമ്പോൾ ഇവിടെ നല്ല ഡോക്ടറാണ്, നല്ല നോക്കുന്നുണ്ട്. ഞാൻ പണ്ട് ഇവിടെ താമസിക്കുമ്പോഴും ഇവരെ രണ്ടാളെയും അവിടെ കാണിക്കല്. അപ്പൊ നമുക്ക് നല്ലപോലെ നോക്കല് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് പറഞ്ഞു, പിന്നെ അവിടെ നിന്നാണ് പറഞ്ഞു. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞു കൗണ്ടിന്റെ വ്യത്യാസം ഉണ്ടാവും എന്ന് ഡോക്ടർക്ക് ഡൗട്ട് തോന്നി. അപ്പൊ കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് മരുന്ന് എഴുതാം, അതാണ് നല്ലത്. കുട്ടിക്ക് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസ് കാര്യങ്ങള് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവരങ്ങനെ അതോടെ കഴിക്കണം. എത്ര പറഞ്ഞാലും തണുപ്പ് വേണ്ടാന്നൊന്ന് പറഞ്ഞാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടികളല്ലേ, കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും കാര്യമായിട്ട് എടുത്ത് കഴിക്കണം. ജ്യൂസും വെള്ളവും ഒക്കെ കാര്യമായിട്ട് കഴിക്കണം. അങ്ങനെ ബ്ലഡ് എടുത്തതും അവനാകെ തളർന്ന് പെട്ടെന്ന് കുട്ടി മൊത്തം ഹോസ്പിറ്റലിൽ തന്നെ ഛർദിച്ച്, പിന്നെ വേഗം എടുത്ത് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് നല്ല ക്ഷീണിച്ചു. നല്ല പോലെ ഛർദിച്ചു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഛർദിച്ചു. പിന്നെ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിക്കാൻ കൊടുത്തു. ഹോസ്പിറ്റലിൽ അരമണിക്കൂർ കഴിയും റിസൾട്ട് കിട്ടാനെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങി. അവനെ നല്ലപോലെ ഛർദിച്ചു, വീണ്ടും ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഛർദിച്ചൊന്നുമില്ല. പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് വായക്കൊന്ന് റെഡിയാക്കിയപ്പോൾ ആള് കുറച്ച് ഉഷാറായി. നല്ല വയ്യ പറയുന്നു. പിന്നെയാണ് പറഞ്ഞ് ബ്ലഡ് എടുത്തത് എനിക്ക് വയ്യാതായിമ്മ. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ നല്ല വെയിറ്റ് കുറവ് എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. 16 കിലോനേ ഉള്ളൂ. നല്ല വെയിറ്റ് കുറവാണ്. ഏകദേശം അവന് 4 വയസ്സ് 10 മാസം 7 ദിവസം ആയി. അപ്പോൾ അതിനുള്ള വെയിറ്റ് ആളില്ല. 16 kg ഉള്ളൂ. കുറവാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് കൂടണം എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഉഷാറായപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. റിസൾട്ട് വാങ്ങി നമ്മൾ കാണിക്കാൻ നിൽക്കണം കേട്ടോ. റിസൾട്ട് വാങ്ങിയിട്ടാണ് ഡോക്ടർ. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 14,800ഓളം ആയിരിക്കുന്നു കൗണ്ട്. അപ്പൊ മനസ്സിലായി കൗണ്ടിന്റെ പ്രശ്നം തന്നെ ആയിരിക്കും മനസ്സിലായി. പിന്നെ ഡോക്ടർ മെഡിസിൻ ഒക്കെ എഴുതി. പിന്നെ അൽഹംദുലില്ലാ നമ്മുടെ സിറ്റുവേഷൻ പോലെ തന്നെ അവിടുന്ന് എല്ലാ മരുന്നുകളും കിട്ടി. ഒരു മരുന്ന് മാത്രം പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നുള്ളൂ. വേറെ എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിട്ടോ. അപ്പൊ അതൊരു അനുഗ്രഹമായി. പുറത്തുനിന്ന് വാങ്ങേണ്ട, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ അറിയാലോ, എങ്ങനെയും നല്ലൊരു എമൗണ്ട് ഇല്ലാതെ പറ്റില്ല.
പിന്നെ ഇവിടെ നല്ല ഡോക്ടറും നല്ല നോക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അനുഭവം ഉണ്ട്. കുട്ടികളെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ തന്നെയായിരുന്നു കാട്ടൽ, അവർക്ക് ഇവിടെ കാണിച്ചാൽ മാറുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വേഗം എന്തായാലും ഇവിടേക്ക് കൊണ്ടുപോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന്. പിന്നെ കുഴപ്പമില്ല, അവൻ ഉഷാറായി, മുഖമൊക്കെ കഴുകി കൊടുത്തു. പിന്നെ മരുന്ന് വാങ്ങാനൊക്കെ നിന്നപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടും ഇരുന്നിട്ടും ഇക്കാടെ കൂടെ വണ്ടിയിൽ പോയി ഇരിക്കുന്നു പറഞ്ഞാൽ കേൾക്കില്ല. എൻ്റെ കൂടെ തന്നെ കണ്ടോ പാവം വയ്യ, കൊഴിഞ്ഞ് ഓരോവിടെ ഇരിക്കുകയാണ്. ഇക്കാടെ കൂടെ വിട്ടതാ അവനെ ഞാൻ. എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വന്ന് എൻ്റെ കൂടെ തന്നെ നിൽക്കണം, എല്ലാവിടെയും നിൽക്കണം. അവന് വയ്യാതായി അങ്ങനെയാണ്, ഞാൻ എന്നെ വേണം എല്ലാത്തിനും. ഇക്കാടെ കൂടെ പോവില്ല, അങ്ങനെയാണ്. വയ്യാതായ കുറച്ച് വാശി, കുറച്ച് ആള് ഇതാവും കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു 5 ദിവസം മരുന്ന് കൊടുത്തിട്ട് എന്തായാലും ഒന്ന് കാണിക്കണം, ഒന്നുകൂടെ ഒന്ന് കൗണ്ട് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. 5 ദിവസം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ദേഹത്തൊക്കെ മൊത്തം ചൊറിച്ചിലൊക്കെ കണ്ടപ്പോൾ ആകെ ടെൻഷനായിട്ടുണ്ടായിരുന്നു, എന്താണോ ഏതാന്ന് അറിഞ്ഞിട്ട്. ഡോക്ടർ അത് പറഞ്ഞത് ഇപ്പോഴത്തെ ചൂട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പനിയും കൂടെ വന്നപ്പോൾ അതിൻ്റെ ആണെന്നാണ് ഈ ദേഹത്തെ ചൊറിച്ചിൽ പറഞ്ഞത്. വേറെ ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ആ മരുന്നുകളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മരുന്ന് മാത്രം പുറത്ത് വാങ്ങണം. മരുന്നുകൾ കണ്ടപ്പോൾ ആൾ മുഖമൊക്കെ വാടിയുണ്ടോ, വീഡിയോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഹായൊക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ മരുന്നുകൾ കണ്ടപ്പോൾ ടെൻഷനാണ്. മരുന്ന് കഴിക്കാൻ നല്ല മടിയാട്ടോ, ഭയങ്കര മടിയാണ് മരുന്ന് കഴിക്കാൻ. എന്താണ് ചെറുപ്പത്തിലൊക്കെ നല്ല കഴിക്കുമായിരുന്നു, ഇപ്പോൾ ആള് വലുതായപ്പോൾ നല്ല മടിയാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചിരുന്നു ഗുളിക എഴുതട്ടെ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ഗുളിക ഇതുവരെ അവന് കഴിച്ചിട്ടില്ല, പിന്നെ ഇടങ്ങേറാവും. ഞാൻ പറഞ്ഞു സിറപ്പ് തന്നെ മതി പറഞ്ഞിട്ട് എഴുതി വാങ്ങി. പിന്നെ ഒരെണ്ണം ബാക്കിയുള്ളത് ഇവിടെ നിന്ന് വാങ്ങാം. പിന്നെ അവന് നല്ല ക്ഷീണം കണ്ടപ്പോൾ ഒരു ORSന്റെ ജ്യൂസും വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് കടയിൽ വന്ന് കയറിയതാട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ORSന്റെ കുടിച്ചില്ല അവൻ. വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കഞ്ഞിവെള്ളം ഉമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കഞ്ഞിവെള്ളം വാങ്ങിച്ച് 1/2 ഗ്ലാസ് കുടിക്കാൻ കൊടുത്തു. അങ്ങനെ അത് കുടിച്ചതും പനിയുടെ മരുന്ന് കൊടുത്തതും വീടെത്തിയതും ആള് കിടന്നു കേട്ടോ. കിടക്കുന്ന കിടപ്പ് പാവം എൻ്റെ മോൻ, തീരെ വയ്യ എൻ്റെ കുട്ടിക്ക്. അങ്ങനെ വന്നെത്തിയപാട് അങ്ങനെ കിടന്നു. പിന്നെ മരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വേറൊരു മരുന്ന് കൊടുത്തത്, കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ആള് കുറച്ചൊന്ന് ഉറങ്ങി എണിച്ചപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ മേലൊക്കെ തേക്കാൻ ഒരു ലോഷൻ, കലാമിൻ ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇക്ക അതൊക്കെ തേച്ചു കൊടുക്കായിരുന്നു ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ. ഇക്ക അവനെ നോക്കി അതൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ നോമ്പും വിശേഷങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ എന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ചാനലൊന്ന് വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ. വീഡിയോസ് മാക്സിമം ഒന്ന് കണ്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ചാനൽ.